കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദേസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാന്നയും സുസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം, വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. സുഹൃത ജീവിതം നമ്മൾ നയിക്കുന്നവരായിട്ട് മാറണം. ഇത് വളരെ ആവശ്യമായൊരു കാര്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ 1 തീമോത്തി 6 അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ തിരുസഭയിൽ അനുസ്മരിക്കുന്നത്. നമ്മൾ ഏത് വിശുദ്ധരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ഒന്നുകിൽ രക്തം ചിന്തി രക്തസാക്ഷികളായവർ, അല്ലെങ്കിൽ രക്തം ചിന്താതെ രക്തസാക്ഷികളായവർ. അങ്ങനെയുള്ളവരെയാണ് വിശുദ്ധരായിട്ട് സഭ പരിഗണിക്കുന്നതും ഇന്ന് നമ്മൾ അവരെ ആദരിക്കുന്നതും. ജാനുവാരിയൂസ് അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു. ഏതാനും ഡീക്കന്മാരെ ഈ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അവർ അറസ്റ്റ് ചെയ്ത് ഒരുപാട് പീഡനം നടക്കുന്ന ആ സമയം. ഇനി ഇത് കേട്ടിട്ട് ബിഷപ്പ് മെത്രാൻ പോയി അവരെ കാണാൻ വേണ്ടി. അങ്ങനെ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ഈ ഇവിടെ അടയ്ക്കപ്പെട്ട ക്രിസ്ത്യാനികളെ സന്ദർശിക്കാൻ ഒരു വലിയ ക്രിസ്ത്യാനി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം അത് കേട്ടിട്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മെത്രാനെയും കൂടെ ഉണ്ടായിരുന്നവരെയും അറസ്റ്റ് ചെയ്ത് അവരെ രക്തസാക്ഷിത്വത്തിലേക്ക്, അത് മൃഗങ്ങൾക്ക്, വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാനുള്ള ഓർഡർ ഇട്ടു. അന്നത്തെ പീഡന മുറ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി അവരെ അതിശയിപ്പിച്ച ഒരു കാര്യം, വിശന്നിരിക്കുന്ന മൃഗങ്ങളാണ്, പക്ഷേ ഇവരെ ഇട്ട് കൊടുത്തിട്ട് ഇവരെ തൊട്ടുപോലുമില്ല. മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ അവർ ഓർഡർ ഇട്ടു തലവെട്ടി മാറ്റാൻ. അങ്ങനെയാണ് അവർ രക്തസാക്ഷികളായിട്ട് മാറിയത്. അദ്ദേഹത്തിൻ്റെ ശരീരം അവർക്ക് കിട്ടിയതുകൊണ്ട്, ചേതനയറ്റ ശരീരം, അത് ശിരസും ശരീരമൊക്കെ അവരെടുത്തു. ശിരസ് ഇപ്പോഴും ഒരു ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർന്ന രക്തവും വേറൊരു പാത്രത്തിൽ, അങ്ങനെ 2 സ്ഥലത്തായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അവരെ അതിശയിപ്പിച്ച ഒരു കാര്യം, വിശുദ്ധരുടെ തിരുനാൾ ദിവസം ഈ ശിരസ് ഈ രക്തത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ആ രക്തം ഇങ്ങനെ ഉരുകാൻ തുടങ്ങുന്നതായിട്ടുള്ള അത്ഭുതം. അത് ചില പ്രധാന തിരുനാൾ ദിവസങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രക്തസാക്ഷികളായ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തി. ഇന്ന് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി അനുഗ്രഹം പ്രാപിക്കുന്ന നിരവധി ആളുകളുണ്ട്. വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നത്, വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നത് നഷ്ടമല്ല എന്നുള്ളത് ക്രിസ്ത്യാനികളായി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കാര്യം നടക്കാൻ വേണ്ടി വിശ്വാസം ത്യജിക്കുന്ന, വിശ്വാസത്യാഗം ചെയ്യുന്നവരാണെങ്കിൽ ക്രിസ്ത്യാനി എന്ന ആ ഒരു പേരിന് പോലും നമ്മൾ അർഹരല്ല എന്നുള്ളതും കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ്. ഒന്ന്, നമ്മൾ പുണ്യങ്ങൾ അഭ്യസിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. ഏതെല്ലാം പുണ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആദ്യ വായനയിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ പാപങ്ങൾ വർജിച്ചുള്ള ആ ഒരു ജീവിതശൈലി. ഇത് രണ്ടുകൂടെ വരുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരായിട്ട് മാറത്തുള്ളൂ. ഈ 3 കാര്യങ്ങൾ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ നമുക്ക് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും. യേശുവിനോടൊപ്പം യാത്ര ചെയ്തിരുന്ന ആ ഒരു ഗ്രൂപ്പ് അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു പലരും അശുദ്ധാത്മാക്കളിൽ നിന്ന് മോചനം പ്രാപിച്ചവർ, സൗഖ്യം പ്രാപിച്ചവർ,
അതുപോലെ തന്നെ മഗ്ദലന മറിയത്തിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 7 അശുദ്ധാത്മാക്കൾ അവളിൽ നിന്നും വിട്ടുപോയതാണ്. 7 എന്ന് പറയുന്ന ഒരു പൂർണ്ണതയുടെ നമ്പരാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവളിൽ നന്മയെന്ന് പറയണതില്ലായിരുന്നു. ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റിയെങ്കിൽ, ആ വ്യക്തിയെ യേശു ബഹുമാനിച്ചെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ലേ? ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമുക്കൊരു സ്ഥാനം നേടിയെടുക്കാൻ പറ്റത്തില്ല? പറ്റും. അവളെപ്പോലെ നമ്മൾ അനുദപിച്ച് ശേഷിച്ച കാലം നമ്മൾ നന്മ ചെയ്ത് ജീവിച്ചാൽ മാത്രം മതി. അതിനൊരു തീരുമാനമെടുത്താൽ ദൈവം നമ്മളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ കാണുന്നു, യേശു ചുറ്റി സഞ്ചരിച്ച് 2 കാര്യങ്ങൾ ചെയ്തതായിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചതാണ്. പ്രസംഗിച്ചു, പഠിപ്പിച്ചു. അപ്പം നമുക്ക് യേശുവിൽ നിന്നും കിട്ടേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രസംഗം കേട്ടാൽ മാത്രം പോരാ, പഠിക്കണം. മത്തായി 11:28 വായിച്ചാൽ, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ എൻ്റെ പക്കൽ വരിക, എൻ്റെ അടുക്കലിരുന്ന് എന്നിൽ നിന്നും പഠിക്കുക. എത്ര പേര്? നമുക്ക് ഒരു കുർബാന കൂടി പോകാനായിട്ട് എളുപ്പമാണ്. പക്ഷേ അടുത്ത ലെവലിലേക്ക് അത് നമ്മളെ കൊണ്ട് എത്തിക്കണം. നമുക്ക് സന്ധ്യാപ്രാർത്ഥന എന്ന് പറഞ്ഞ് ഒരു ജപമാല ഓടിച്ചിട്ട് ചെല്ലാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അത് അടുത്ത ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അതാണ് പഠിക്കുക എന്നുള്ളത്. കർത്താവിൻ്റെ അടുത്തിരുന്ന് പഠിക്കുക, ദൈവവചനത്തിലൂടെ പഠിക്കുക, പ്രാർത്ഥനയിലൂടെ പഠിക്കുക. അങ്ങനെ പഠിക്കുന്നവരുടെ ആശ്വാസം നിലനിൽക്കും. അല്ലാത്തതൊക്കെ ഈ കുമള പോലെ അത് ക്ഷണനേരം കൊണ്ട് അത് പൊട്ടി ഇല്ലാതാവും. അങ്ങനെയുള്ള ഒരു സൗഖ്യത്തിൻ്റെ പുറകെ അല്ല നമ്മൾ ഓടേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നൽകുന്ന ആ ഒരു രക്ഷ അത് നമ്മൾ അനുഭവിക്കണം. നമ്മളിൽ ആർക്ക് വേണേലും സുവിശേഷ വേല ചെയ്യാൻ പറ്റും എന്നുള്ളത് കർത്താവ് നമ്മെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പല രീതിയിൽ നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും. കർത്താവിൻ്റെ കൂടെ നടന്ന വ്യക്തികളെല്ലാവരും പ്രസംഗിക്കാൻ ചാതുര്യമുള്ളവർ ആയിരുന്നില്ല. വാക്ചാതുര്യമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലായിരുന്നു. അതില്ലാതെ അവർക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റി. ഇനി ചിലർ സുവിശേഷ വേല ചെയ്തത് എങ്ങനെയാണ് എന്ന് നമ്മളിന്ന് വായിച്ചു കേട്ടതാണ്. അവരുടെ സമ്പത്ത് കൊണ്ട് അവർ സുവിശേഷ വേല ചെയ്തു. അപ്പോൾ ഈ ഏത് രീതി വേണേലും, അമേരിക്കയിലൊക്കെ ഒരു മിഷൻ സൺഡേ പറയാറുള്ള ഒരു കോമ്പിനേഷനാണ് ടൈം, ടാലൻറ്റ്, ട്രഷർ. നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, 3 നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന സുവിശേഷ വേല ചെയ്യുന്ന പല വ്യക്തികളെ കാണാൻ സാധിക്കും. ഈ പഠനമില്ലാത്തവർ അവർ പറയുമോ, എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, എനിക്ക് പ്രായമൊക്കെ ആയി, എനിക്ക് വലിയ കാശോ സൗകര്യങ്ങളൊന്നുമില്ല, എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, വാക്ചാതുര്യമില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. നമുക്ക് പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ സുവിശേഷ വേല ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ട വ്യക്തികൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട ആ ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തെ പ്രതി പോരാടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ആത്മീയ സമരത്തിൽ ഏർപ്പെടുന്ന ക്രിസ്ത്യാനികളായി മാറുവാൻ നമ്മെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ വിശുദ്ധൻ്റെ മാധ്യസ്ഥ നമുക്ക് തേടുകയും ചെയ്യാം.